KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അപ്ലോഡിംഗ് ആരംഭിച്ചു. കണ്ണൂർ നീർവേലി സുന്നി സെന്റർ 6ാം വാർഷികത്തിന് നാളെ തുടക്കം. മിനാ ദുരന്തം ഇറാന് മറുപടിയുമായി സൗദി വിദേശകാര്യമന്ത്രി. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ വിടചൊല്ലിയത് മൽഹറിന്റെ സാരഥി. ടോയ്ലറ്റിന്റെ ഡോറാണെന്ന് തെറ്റിദ്ധരിച്ച വിമാനത്തിന്റെ മെയിൻ ഡോർ തുറക്കാൻ ശ്രമിച്ചയാൾ പിടിയിലായി. IS-നെതിരെ പ്രാദേശിക ബദൽ സഖ്യവുമായി റഷ്യ. ഇറാഖ്, ഇറാൻ, സിറിയ രാജ്യങ്ങളുമായാണ് റഷ്യൻ സഖ്യം. വൈദ്യുതി റീഡിംഗ് സമയത്ത് വീട് പൂട്ടിയിട്ടാൽ 250 മുതൽ 500 രൂപ വരെ പിഴ. ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിന് നെറ്റ് ന്യൂട്രാലിറ്റിയുമായി ബന്ധമില്ലെന്ന് ഫേസ്ബുക്ക് സ്ഥാപകൻ സുക്കർബർഗ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിനിന് പിന്തുണ പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് ആരംഭിച്ച പ്രൊഫൈൽ ചിത്ര ക്യാമ്പയിനിന് നെറ്റ് ന്യൂട്രാലിറ്റിയുമായി ബന്ധമില്ലെന്ന് ഫേസ്ബുക്ക് CEO മാർക്ക് സുക്കർബർഗ്. കോഡിംഗ് സമയത്ത് ഒരു എഞ്ചിനീയർക്ക് പറ്റിയ പിഴവാണ് ഈ ക്യാമ്പയിൻ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാക്കിയതെന്നും സുക്കർബർഗ് വിശദീകരിച്ചു. പ്രധാനമന്ത്രി ഫേസ്ബുക്ക് ആസ്ഥാനം സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് ഫേസ്ബുക്ക് പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഡിജിറ്റൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സുക്കർബർഗ് തന്റെ പ്രൊഫൈൽ ചിത്രം ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറത്തിലാക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ മറ്റുള്ളവർക്കും പ്രൊഫൈൽ ചിത്രം മാറ്റാൻ ഫേസ്ബുക്ക് സൌകര്യമൊരുക്കുകയും ചെയ്തു. ഇതോടെ ഭൂരിഭാഗം പേരും തങ്ങളുടെ പ്രൊഫൈൽ ചിത്രം മാറ്റി പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതിനിടയ്ക്കാണ് ഫേസ്ബുക്കിന്റെ നടപടി നെറ്റ് ന്യൂട്രാലിറ്റിക്ക് പിന്തുണ തേടുന്നതിനുള്ള ചതിവലയാണെന്ന പ്രചാരണമുയർന്നത്. ഇതിന് തെളിവായി പ്രൊഫൈൽ ചിത്രത്തിന്റെ കോഡിംഗിൽ നെറ്റ് ന്യൂട്രാലിറ്റിയുടെ ഭാഗമായ internet.org എന്ന് കണ്ടെത്തിയത് ആശങ്കയ്ക്ക് വക നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സുക്കർബർഗ് വിശദീകരണവുമായി എത്തിയത്. പ്രൊഫൈൽ ചിത്രം മാറ്റലും internet.org-നെ പിന്തുണയ്ക്കലും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് സുക്കർബർഗ് വ്യക്തമാക്കി. കോഡിംഗിൽ നിന്ന് internet.org എന്ന പ്രയോഗം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി റീഡിംഗ് സമയത്ത് വീട് പൂട്ടിയിട്ടാൽ പിഴ. വീട് പൂട്ടിയിട്ടത് മൂലം വൈദ്യുതി റീഡിംഗ് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കാൻ ഉത്തരവായി. 2 വട്ടം തുടർച്ചയായി വീട് പൂട്ടിയിട്ട നിലയിലാണെങ്കിൽ സിംഗിൾ ഫേസ് വരിക്കാരിൽ നിന്ന് 250 രൂപയും 3 ഫേസ് വരിക്കാരിൽ നിന്ന് 500 രൂപയും പിഴ ഈടാക്കാനാണ് തീരുമാനം. മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുമ്പോൾ വീട് പൂട്ടിയിട്ട നിലയിലാകുന്നത് KCBക്ക് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ്. IS തീവ്രവാദി സംഘത്തിനെതിരെ പ്രാദേശിക ബദൽ സഖ്യവുമായി റഷ്യ വരുന്നു. ഇറാഖ്, ഇറാൻ, സിറിയ രാജ്യങ്ങളുമായാണ് റഷ്യൻ സഖ്യം വരുന്നത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. പശ്ചിമേഷ്യയിൽ IS-നെതിരെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷി സൈനിക നീക്കത്തിനു മറുപടിയായി റഷ്യയുടെ പുതിയ പ്രാദേശിക കൂട്ടുകെട്ട് വരുന്നു. മേഖലയിൽ പിടിമുറുക്കിയ IS-മായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറാൻ സിറിയ, ഇറാഖ്, ഇറാൻ സർക്കാരുകളുമായി ധാരണയിലെത്തിയതായി റഷ്യ അറിയിച്ചു. വിമതരെ ആയുധമണിയിക്കുന്ന അമേരിക്കൻ നടപടിക്കു പകരം പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ റഷ്യ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും നേരത്തെ എത്തിച്ചിരുന്നു. സിറിയൻ നഗരമായ ലഡാക്കിയ കേന്ദ്രീകരിച്ചാണ് റഷ്യ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ താവളമടിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് സഖ്യകക്ഷികൾക്ക് ഇരട്ടി ആഘാതമായി പ്രാദേശിക സർക്കാരുകളുമായും ഇറാനുമായും രഹസ്യാന്വേഷണ വിവര കൈമാറ്റ കരാറിലും റഷ്യ ഒപ്പുവെച്ചത്. വിഷയത്തിന്റെ പ്രാഥമിക ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം ഒരു സംഘം റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥർ ബാഗ്ദാദ് സന്ദർശിച്ചിരുന്നു. IS-നെതിരെ ഒബാമ ഭരണകൂടം നടത്തുന്ന സൈനിക നീക്കത്തിന് ഘടകവിരുദ്ധമായി റഷ്യ മുന്നോട്ടു പോകുന്നത് മേഖലയിൽ ശീതയുദ്ധ സമാനമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്.
IS ഭീഷണിയിലുള്ള രണ്ടു രാജ്യങ്ങളും റഷ്യയുമായി കരാറിലെത്തിയതോടെ UN-ൽ ചൊവ്വാഴ്ച സിറിയൻ വിഷയം ചർച്ചയ്ക്കെത്തുമ്പോൾ അമേരിക്കക്കെതിരെ മേൽക്കൈ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മോസ്കോ നിലപാട് കടുപ്പിച്ചതോടെ ബഷാർ അൽ അസദിനെ മാറ്റി നിർത്താത്ത പരിഹാരം പാശ്ചാത്യ ശക്തികൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. പുതിയ സർക്കാരിനെ ഭരണമേൽപ്പിക്കും വരെ ബഷാർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെ അധികാരമേൽപ്പിക്കാനുള്ള ഫോർമുലയ്ക്ക് അംഗീകാരം നേടിയെടുക്കാനും ശ്രമം പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്യാമറ ഭ്രമം പണ്ടേ പ്രശസ്തമാണ്. എവിടെ ക്യാമറ കണ്ടാലും പ്രധാനമന്ത്രി അത് കണ്ടുപിടിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ മോദിയെ പരിഹസിക്കാറ്. ഷോമാൻ എന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്നതിനു പിന്നിലും പ്രധാനമന്ത്രിയുടെ ഈ ഭ്രമം തന്നെയാണ്. വിദേശരാജ്യ തലവന്മാരോടൊപ്പം സെൽഫിയെടുത്ത് ഫേസ്ബുക്കിലിടുന്നതും ചൈനയിലെ കിൻ ടൊറാക്കോട്ട മ്യൂസിയത്തിൽ പ്രതിമകൾക്കൊപ്പം സെൽഫിയെടുത്തതും സോഷ്യൽ മീഡിയ കുറച്ചൊന്നുമല്ല ആഘോഷിച്ചത്. ക്യാമറയിൽ പതിയാനായി ഫേസ്ബുക്ക് CEO മാർക്ക് സുക്കർബർഗിനെ നരേന്ദ്രമോദി പിടിച്ചുമാറ്റുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത്. ഫേസ്ബുക്ക് ആസ്ഥാനത്തെ ഡിജിറ്റൽ ചുമരിൽ അഹിംസ ഈസ് ദ ഗ്രേറ്റഡ് ധർമ്മ എന്ന് എഴുതിയ മോദിക്ക് ഉപഹാരം നൽകി വിശദീകരിക്കാൻ സുക്കർബർഗ് ശ്രമിക്കുമ്പോഴാണ് ഉപഹാരം നൽകിയത് ക്യാമറ ശ്രദ്ധിച്ചില്ലേ എന്ന സംശയത്തിൽ മോദി പിറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്നത്. 30,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കെ വിമാനത്തിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ച യാത്രക്കാരൻ പിടിയിലായി. ജെയിംസ് ഗ്രേ എന്നയാളാണ് പിടിയിലായത്. ഇയാൾക്ക് €600 ഫൈൻ ചുമത്തുകയും 5 വർഷത്തേക്ക് വിമാനയാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ലണ്ടനിലെ എഡിൻബർഗിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പോവുകയായിരുന്ന KLM വിമാനത്തിലാണ് സംഭവം. ടോയ്ലറ്റിന്റെ ഡോറാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ ഡോർ തുറക്കാൻ ശ്രമിച്ചത്. എന്നാൽ താൻ ഡോർ തുറന്നിട്ടില്ലെന്നും ഡോറിന്റെ ഹാൻഡിലിൽ കൈവെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും ജെയിംസ് ഗ്രേ പറഞ്ഞു. സംഭവം ജീവനക്കാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർ താൻ പറയുന്നത് മനസ്സിലാക്കിയില്ല. വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ ചാവക്കാടിനടുത്ത് വടക്കേക്കാട് ഗൾഫ് വ്യവസായിയുടെ വീട്ടിൽ വൻ മോഷണം. തടാകം കുഞ്ഞിമുഹമ്മദ് ഹാജിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 500 പവൻ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത്. വീടിന് പുറകുവശത്തെ വാതിലുകൾ പൊളിച്ചായിരുന്നു മോഷണം. വീടിന്റെ 5 വാതിലുകൾ പൊളിച്ച മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ച താക്കോലെടുത്തായിരുന്നു കവർച്ച നടത്തിയത്. കുഞ്ഞിമുഹമ്മദ് ഹാജിയും കുടുംബവും ഗൾഫിലാണ്. വീട്ടിലെ ജീവനക്കാർ ഔട്ട് ഹൌസിൽ താമസിക്കുന്നതിനാൽ മോഷണ വിവരം രാവിലെയാണ് അറിഞ്ഞത്. SPയും DYSPയും അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. KMIC ന്യൂസ്. മിനാ ദുരന്തത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനെതിരെ സൌദി വിദേശകാര്യമന്ത്രി ആദിൽ അൽ ജുബൈർ ഇറാന് മുന്നറിയിപ്പ് നൽകി. ന്യൂയോർക്കിൽ US വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറിയുമായി ചർച്ച നടത്തുന്നതിനിടെയാണ് മിനാ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഇറാന് സൌദി വിദേശകാര്യമന്ത്രി ശക്തമായ താക്കീത് നൽകിയത്. മിനാ ദുരന്തം രാഷ്ട്രീയ കളികൾക്കുള്ള വേദിയല്ല. ഇറാൻ നേതാക്കൾ കൂടുതൽ വിവേകം കാണിക്കണമെന്നും ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെയും പരിക്കേറ്റവരുടെയും വികാരങ്ങൾ മാനിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്ക് സാധ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ സൌദി അറേബ്യയ്ക്ക് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. ഹജ്ജ് തീർത്ഥാടകരുടെ പരിചരണത്തിന് വലിയ തോതിലുള്ള വിഭവങ്ങൾ സൌദി അറേബ്യ നീക്കിവെക്കുന്നുണ്ട്. ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് രാജ്യം പരസ്യപ്പെടുത്തും. ഇക്കാര്യത്തിൽ സൌദി അറേബ്യ യാതൊന്നും മറച്ചുവെക്കില്ല. ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടിവരുമെന്നും മന്ത്രി പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവും SYS സംസ്ഥാന കമ്മിറ്റി ട്രഷററുമായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരിയുടെ നിര്യാണത്തിൽ ICF ജിദ്ദ സെൻട്രൽ കമ്മിറ്റി അനുശോചനം അറിയിച്ചു. മദ്ഹർ സ്ഥാപനങ്ങളുടെ അമരക്കാരനും സൈദിയ വൈസ് പ്രസിഡന്റും കാസർഗോഡും കർണാടകയിലും നിരവധി മഹല്ലുകളുടെ ഖാദിയുമായിരുന്ന തങ്ങൾ ജില്ലക്കും സുന്നി പ്രസ്ഥാനത്തിനും ഉദാത്തമായ സേവനങ്ങൾ നൽകിയ മഹൽ വ്യക്തിത്വമായിരുന്നു. അനുശോചന സംഗമത്തിൽ അനുസ്മരിച്ചു. അബ്ദുൽ മജീദ് സഖാഫി അധ്യക്ഷത വഹിച്ചു. SYS കേരളത്തിൽ നടത്തിവരുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു. SYS കാസർഗോഡ് ജില്ലാ ദുബായ് കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക അടയാളങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരും സ്ഥാപനങ്ങളെയും സംഘടനകളെയും അകമഴിഞ്ഞ് സഹായിക്കാൻ താൽപര്യം കാണിക്കുന്നവരുമാണ് കാസർകോട്ടുകാർ. ജില്ലയിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ SYSന് കഴിയുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
ദേര ക്യൂൻസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ICF ദുബായ് സെൻട്രൽ സെക്രട്ടറി CMA ചേരൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സുലൈമാൻ കരിവള്ളൂർ മുഖ്യ പ്രഭാഷണം നടത്തി. ഉമറുൽ ഫാറൂഖ് ഹസനി ഉദ്യാവരം, ഷെരീഫ് പേരാൽ, അമീർ ഹസൻ കന്യപ്പാടി പ്രസംഗിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. ത്യാഗചരിതമതല്ലോ SSF ധീര പ്രയാണം. ത്യാഗചരിതമതല്ലോ SSF ധീര പ്രയാണം. പൂർവികർ പകർന്ന വീര്യം ചോർന്നിടാതെയെന്നും, പൂർവികർ പകർന്ന വീര്യം ചോർന്നിടാതെയെന്നും ധീരരക്തസാക്ഷികളെ ഓർക്കുക നമ്മൾ. ധർമ്മലോകമേ ധർമ്മലോകമേ കരങ്ങളാൽ തീർക്കുക നമ്മൾ, തീർക്കുക നമ്മൾ. ജിന്ദാബാദ് ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ദൂരമേറെ താണ്ടിയെങ്കിലും മറന്നിടാ. ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ദൂരമേറെ താണ്ടിയെങ്കിലും മറന്നിടാ. 40ന്റെ വിജയശൃംഗമിൽ പാദമൂന്നി നാം തോൽക്കുകയില്ല ഈ പദങ്ങളിൽ. SSFക്കാർ 40ന്റെ വിജയശൃംഗമിൽ പാദമൂന്നി നാം തോൽക്കുകയില്ല ഈ പദങ്ങളിൽ. SSFക്കാർ തീർത്തെളി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കലുഷിത ഗ്രാമത്തിന് ധാർമ്മികതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ മാവൂര് പാറമ്മൽ SSF ഒരു വർഷം മുമ്പ് ആരംഭിച്ച സൊസൈറ്റി ക്രിയേറ്റീവ് അഡ്വാൻസ് പ്രോഗ്രാം സ്കാപ്പ് ഇന്ന് പാറമ്മൽ മഹ്ലറ പബ്ലിക് സ്കൂളിൽ സജ്ജീകരിച്ച വിദ്യാനഗറിൽ സമാപിക്കും. ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ, കുടുംബ സംഗമങ്ങൾ, സ്കോളർഷിപ്പ് സായാഹ്നങ്ങൾ, പ്രഭാത ക്ലീനിംഗ് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധയിനം പരിപാടികൾ ഇതിനകം നടപ്പിലാക്കി. വിവിധ ക്ലാസുകൾക്ക് റഹ്മത്തുള്ള സഖാഫി എളമരം, മുസ്തഫ ബാക്കവി തെന്നല നേതൃത്വം നൽകി. ഇന്ന് വൈകിട്ട് 7:30 നടക്കുന്ന ചടങ്ങിൽ ഉസ്മാൻ സഖാഫി അധ്യക്ഷത വഹിക്കും. അലവി സഖാഫി കായലം ഉദ്ഘാടനം നിർവഹിക്കും. PTC മുഹമ്മദ് അലി മാസ്റ്റർ, N മുഹമ്മദ് അലി മാസ്റ്റർ, അബ്ദുള്ള മാസ്റ്റർ, KV അഹമ്മദ് കുട്ടി ഹാജി എന്നിവർ സംസാരിക്കും. തുടർന്ന് സ്വാദിഖ് അലി ഫാദിലി ഗൂഡല്ലൂർ ആൻഡ് പാർട്ടിയുടെ ബുർദയും സിറാജുൽ അൻവറിന്റെ നയത ഷെരീഫും സംസ്ഥാന സാഹിത്യോത്സവ ജേതാക്കളുടെ ഗാനവിരുന്നും നടക്കും. കണ്ണൂർ നീർവേലി സുന്നി സെന്റർ 6ാം വാർഷിക സമ്മേളനത്തിന് നൂറുൽ ഉലമ സ്ക്വയറിൽ നാളെ തുടക്കമാകും. N അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശിയുടെ പഞ്ചദിന പ്രഭാഷണവും SYS സാന്ത്വന ഭവനം ദാറുൽ ഖൈറിന്റെ താക്കോൽദാനവും പരിപാടിയുടെ മുഖ്യ ഘടകമാണ്. നാളെ വൈകിട്ട് 5 മണിക്ക് സയ്യിദ് ശിഹാബുദ്ദീൻ കോയക്കുട്ടി തങ്ങൾ വളപട്ടണം പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. ആത്മീയ സദസ്സിന് സയ്യിദ് അബ്ദുറഹ്മാൻ എംപിച്ചി കോയത്തങ്ങൾ ബായാർ നേതൃത്വം നൽകും. ഒക്ടോബർ 1 വ്യാഴാഴ്ച സ്വാലിഹ് പഴശ്ശിയുടെ നേതൃത്വത്തിൽ ബുർദ മജ്ലിസും ഒക്ടോബർ 2 വെള്ളിയാഴ്ച നസീഫിന്റെ നേതൃത്വത്തിൽ ഖവാലിയും നടക്കും. ഒക്ടോബർ 3 ശനിയാഴ്ച വൈകിട്ട് ദിക്ർ ദുആ സമ്മേളനത്തിന് സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ ഖുറ നേതൃത്വം നൽകും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ഒക്ടോബർ 4 അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ദാറുൽ ഖൈറിന്റെ താക്കോൽദാനവും നിർവഹിക്കും. ആദർശ പ്രസ്ഥാനത്തിന്റെ അംഗത്വ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള അപ്ലോഡിംഗ് ആരംഭിച്ചു. പുതുതായി അംഗത്വമെടുക്കുന്നവരുടെയും അംഗത്വം പുതുക്കുന്നവരുടെയും വിവരങ്ങളും ഫോട്ടോയും SYSന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിർവഹിച്ചു. അംഗങ്ങളെ ചേർക്കുന്നതിന്റെ അവസാന ദിവസമായ ഞായറാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ യൂണിറ്റുകളിലും പ്രത്യേക പവലിയൻ സൃഷ്ടിച്ച് സംഘകുടുംബത്തിൽ അംഗങ്ങളെ ചേർക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നിര്യാതനായ SYS സംസ്ഥാന ട്രഷററും നിരവധി മഹല്ലുകളുടെ ഖാദിയുമായിരുന്ന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ പേരിൽ വ്യാഴാഴ്ച മുഴുവൻ യൂണിറ്റുകളിലും പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കാൻ SSF കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. അന്നേ ദിവസം യൂണിറ്റുകളിൽ തഹ്ലീൽ സദസ്സ്, ഖത്മുൽ ഖുർആൻ, അനുസ്മരണ സംഗമം തുടങ്ങിയവ സംഘടിപ്പിക്കും.
വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പിന്നാക്കത്തിന്റെ കഥകൾ മാത്രം പറയാനുള്ള കേരള കർണാടക അതിർത്തി ഗ്രാമങ്ങൾക്ക് ഉണർവിന്റെയും ആത്മധൈര്യത്തിന്റെയും പ്രഭവ കേന്ദ്രമാണെന്ന് മഞ്ചേശ്വരം ബുഹാരി കോമ്പൌണ്ടിലെ മൽഹർ നൂറുൽ ഇസ്ലാമി തഴലിമി. പൊസോട്ട് തങ്ങൾ എന്ന നാമത്തിൽ വിശ്രുതനായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഹാരിയുടെ പ്രോജ്വല വ്യക്തിത്വത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സർവോപരി അപാരമായ ഹിമ്മത്തും മേളിച്ചതാണ് മൽഹർ. ഇല്ലായ്മയിൽ നിന്ന് ഒരു വ്യാഴവട്ടം കൊണ്ട് അത്ഭുതങ്ങളുടെ കവാടം ഒന്നൊന്നായി തുറന്ന കഥയാണ് മൽഹറിന് പറയാനുള്ളത്. വിശുദ്ധ പ്രവാചക കുടുംബ വഴിയിൽ പ്രസിദ്ധമായ ബുഹാരി ഖബീലയിലാണ് പൊസോട്ട് തങ്ങളുടെ ജനനം. ഇൽമിന്റെ ഉന്നതങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ നുകരാൻ അവസരം, നിരവധി സംഘടനകളുടെ സ്ഥാപനങ്ങളുടെയും സാരഥ്യം, അനേകം മഹല്ലുകളുടെ കാളി, ആയിരങ്ങൾക്ക് ആശ്വാസമേകി ആത്മീയ ചികിത്സ. ഏറെ തിരക്കാർന്നതായിരുന്നു ശേഖുന തങ്ങളുടെ ജീവിതം. വളരെ ചെറിയ പ്രായത്തിൽ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കി സാഫല്യത്തോടെ നാഥനിലേക്ക് യാത്രയായിരിക്കുകയാണ് ശേഖുന തങ്ങൾ ഉസ്താദ്. താജുൽ ഉലമയും നൂറുൽ ഉലമയും വിടച്ചൊല്ലിയ വേദന തീരുമുമ്പ് മറ്റൊരു മഹോന്നത പണ്ഡിതരും യാത്ര പറഞ്ഞിരിക്കുന്നു. സമൂഹം എല്ലാ അർത്ഥത്തിലും അനാഥമായിരിക്കുന്നു. 1997 അവസാനമായിരുന്നു മൽഹറിന് കുറ്റിയടിക്കൽ കർമ്മം നടന്നത്. 2 വർഷത്തോളം നിർമ്മാണം നടന്നു. 25 കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനും നിസ്കരിക്കാനും സൌകര്യമാകുന്ന 1500 സ്ക്വയർ ഫീറ്റ് വിസ്താരമുള്ള ഒരു പള്ളിദർസ് മാത്രമായിരുന്നു അന്ന് മനസ്സിലുണ്ടായിരുന്നത്. ഒരു അധ്യയന വർഷത്തിന്റെ മധ്യത്തിലായിരുന്നു സ്ഥാപനത്തിൽ പഠനം തുടങ്ങുന്നത്. 2000 ആണ്ടിൽ താജുൽ ഉലമ തന്നെയാണ് ഫതുഹുൽ മുഈൻ ഓതിക്കൊടുത്ത് ദർസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനവും വലിയ സംഭവമായി. അന്ന് 8-10 കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടങ്ങോട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ നേതൃത്വത്തിൽ വൻ പടയോട്ടമാണ് നടന്നത്. പൊസോട്ട് തങ്ങൾ കഴിഞ്ഞ റമദാനിൽ മൽഹറിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ ചെയ്ത പ്രസംഗം ഒരുതരം വിടച്ചൊല്ലലായിരുന്നു. മൽഹർ വളർന്നു പന്തലിച്ച് ഈമാനുള്ള ജനങ്ങളുടെ കണ്ണിന് കുളിർമയേകുന്ന മഹത്തായൊരു വിദ്യാഭ്യാസ സമുച്ചയമായി അള്ളാഹു വളർത്തി. ഇത് നിങ്ങളുടേതാണ്, ഇത് നാട്ടുകാരുടേതാണ്, ഇതിനായി വിയർപ്പൊഴുക്കിയ പ്രവർത്തകരുടേതാണ്. ഇതിന്റെ വളർച്ച ഈ നാടിന്റെ കൂടി വളർച്ചയും അഭിമാനവുമാണ്. എന്റെ അവസാനമെത്തിയിരിക്കുന്നു. എന്റെ കാലശേഷവും ഈ സ്ഥാപനം നല്ല നിലയിൽ നടന്നു പോകണം. മൽഹറിനെ സമൂഹം നെഞ്ചിലേറ്റണം. ഇതായിരുന്നു അവസാനത്തെ പ്രസംഗത്തിൽ തങ്ങളുടെ വാക്കുകൾ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈദ്യുതി റീഡിംഗ് സമയത്ത് വീട് പൂട്ടിയിട്ടാൽ 250 മുതൽ 500 രൂപ വരെ പിഴ. IS-നെതിരെ പ്രാദേശിക ബദൽ സഖ്യവുമായി റഷ്യ. ഇറാഖ്, ഇറാൻ, സിറിയ രാജ്യങ്ങളുമായാണ് റഷ്യൻ സഖ്യം. ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിന് നെറ്റ് ന്യൂട്രാലിറ്റിയുമായി ബന്ധമില്ലെന്ന് ഫേസ്ബുക്ക് സ്ഥാപകൻ സുക്കർബർഗ്. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഹാരി പൊസോട്ട് തങ്ങൾ വിടചൊല്ലിയത് മൽഹറിന്റെ സാരഥി. ടോയ്ലറ്റിന്റെ ഡോറാണെന്ന് തെറ്റിദ്ധരിച്ച വിമാനത്തിന്റെ മെയിൻ ഡോർ തുറക്കാൻ ശ്രമിച്ചയാൾ പിടിയിലായി. മിനാ ദുരന്തം, ഇറാന് മറുപടിയുമായി സൌദി വിദേശകാര്യമന്ത്രി. കണ്ണൂർ നീർവേലി സുന്നി സെന്റർ 6ാം വാർഷികത്തിന് നാളെ തുടക്കം. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അപ്ലോഡിംഗ് ആരംഭിച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.